കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ നവീനാണ് ഹോസ്പിറ്റലിൽ ക്ഷീണമാകുന്നു. അങ്ങനെ ഡോക്ടർ വന്ന് പരിശോധിക്കുന്നു, ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നു. അങ്ങനെ അബോധാവസ്ഥയിൽ നിന്ന് ബോധത്തിലേക്ക് വരുന്നു. പക്ഷേ എന്താണ് കാരണമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ നവീൻ്റെ അച്ഛനോട് പറയുന്നു, എന്തായാലും ന്യൂറോ സർജൻ വരട്ടെ, എന്നിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എന്താണെന്ന് പറയാമെന്ന് പറയുന്നു. ആ പാടുകളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ തന്നെ നവീൻ്റെ അച്ഛൻ ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആളെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ആ കൃഷ്ണയുടെ കാര്യം എന്തായി, എനിക്ക് അവരുടെ അമ്മയുടെ നമ്പർ തരാൻ പറയണം. അപ്പോൾ അയാൾ പറയുന്നു, തരാം, അവരിതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ കൃഷ്ണയുടെ അമ്മയുടെ നമ്പർ കൊടുക്കുന്നു. അങ്ങനെ അമ്മയെ വിളിക്കുന്നു. അപ്പോൾ അമ്മയോട് പറയുന്നു, ഇങ്ങനെ കൃഷ്ണ വന്നാലേ എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ, നാഗപൂജയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണയുടെ അമ്മ പറയുന്നു, അവിടെ ഇതുവരെ വന്നിട്ടില്ല, വന്നാൽ ഉടനെ ഞാൻ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ട് കൃഷ്ണയുടെ അമ്മ പറയുന്നു, അവളെ തന്നെ എനിക്ക് ജീവനോടെ കണ്ടെത്താൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ അവരുടെ ജീവൻ രക്ഷിക്കും എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇനി എവിടെ പോയി അന്വേഷിക്കും, ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നാഗത്തറയിൽ പോയിട്ട് നാഗത്തോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തരണം എങ്ങനെയെങ്കിലും എന്ന് പറയുകയാണ്. അപ്പോഴാണ് അവിടെ ഒരാൾ വരുന്നത്. അയാൾ പണ്ട് സിദ്ധാരയുടെ വീട്ടിൽ വന്നിരുന്ന ഒരാളാണ്. അപ്പോൾ സിദ്ധാരയുടെ വീട്ടിൽ പണിക്ക് നിന്ന ആളാണ് കൃഷ്ണയുടെ അമ്മ. അപ്പോൾ ചോദിക്കുന്നത്, എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. ചേച്ചിയുടെ ചായ തരുന്നത് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല, ടേസ്റ്റ് എൻ്റെ വായിൽ നിന്ന് പോയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നത്, എൻ്റെ മകളെ ഇങ്ങനെ കാണാതായി, അതാ വന്നതെന്ന് പറയുന്നു. ഇതേ സമയം തന്നെയാണ് പോലീസുകാരും നമ്മുടെ ഗാഥയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അറിവ് കിട്ടിയെന്നും പറഞ്ഞിട്ട് സിതാരയെ വിളിക്കുന്നു. കാട്ടിലേക്ക് ഒരു മോളെ പോലെ ഉള്ള ഒരാളെ കൊണ്ടുപോയിട്ടുണ്ട്, നമുക്ക് എന്തായാലും പോയി തപ്പാം എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും അത് കൃഷ്ണയാണ്. അപ്പോൾ കൃഷ്ണേനെ ഈ ഗുണ്ടകൾ സുന്ദരി പറയുന്നത് എവിടെയെങ്കിലും കൊണ്ട് കൊക്കയിലേക്ക് താഴ്ത്തിക്കോളാൻ പറയുന്നത്. അങ്ങനെ അതനുസരിച്ച് അവർ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇവർ കാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. പുറകെ പോലീസുകാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും അന്വേഷിക്കുന്നു, എവിടെയും കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുന്നു, ഇങ്ങനെ 2 ദിവസമായിട്ട് വണ്ടി കറങ്ങുന്നുണ്ട്, പക്ഷെ മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പോലീസുകാരിക്കുന്ന അവിടെ എന്തെങ്കിലും പഴയ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ഉണ്ടെന്ന് പറയുന്നു, ഒരു ഫാക്ടറി ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ അത് തപ്പി അവർ പോവുകയാണ്. അങ്ങനെ ഫാക്ടറിയിലെത്തി, അവിടെ എല്ലാം എത്തി, സിദ്ധാരയും കൂടെയുണ്ട്, എല്ലാവരും തപ്പുന്നു. പക്ഷേ ഗാഥയെ കാണാൻ പറ്റുന്നില്ല. മോളെ വിളിക്കുന്നു, ഇനി മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതി ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ തപ്പി നോക്കുകയാണ്. അപ്പോൾ പോലീസുകാരോട് പറയുന്നത്, എങ്ങനെയെങ്കിലും എൻ്റെ മകളെ കണ്ടെത്തണം, ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല, എന്തായാലും ഇത്രയായില്ലേ എന്നുള്ള രീതി പറയുകയാണ്. അങ്ങനെ അവർ എല്ലായിടത്തും നോക്കിയാണ്. അപ്പോൾ എവിടെയും കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഇതേ സമയത്താണ് നമ്മുടെ സിദ്ധാര ബിൽഡിങ്ങിൻ്റെ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ മുഖംമൂടി ഇങ്ങനെ മുഖമൊക്കെ മറച്ചിങ്ങനെ ഇട്ടിരിക്കുന്നു. അപ്പോൾ അത് ശരിക്കും കൃഷ്ണയാണ്. പക്ഷേ സിതാര ചെന്ന് നോക്കുമ്പോൾ അത് ഗാഥയും കൃഷ്ണയും ഒരുപോലെ ഉള്ളതുകൊണ്ട് തൻ്റെ മകളാണെന്ന് വിചാരിച്ച് രക്ഷിക്കും. ഇതാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.